ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതിൻ നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചോതിൻ നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചോതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ തിരികെ വരുന്നൊരവസ്ഥയുണ്ടാവും. നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിത ധനയോഗം കാണുന്ന ഒരു സമയമാണ് ഈ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസം. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു അവസ്ഥ, ആ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറുന്നതാണ് ഈ മാസങ്ങളിൽ. വ്യാപാര രംഗത്തെ പഴയ പ്രതാപം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. കലാരംഗത്ത് ബഹുമതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് ഗുണകരമായ സമയമാണ്. ഭാഗ്യ താരകങ്ങളുടെയൊക്കെ സ്ഥിതി അനുകൂലമായതിനാൽ നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ഈ 2 മാസം. സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നൊരു സമയമാണ്. മാതൃസ്വത്തൊക്കെ അനുഭവ യോഗ്യമാകുന്ന അവസ്ഥയുണ്ടാവും. പാഴ്ചിലവുകൾ കൂടുന്നതാണ്. ധാരാളം അനാവശ്യ മരാമത്ത് ചിലവുകൾ നിങ്ങൾക്ക് വന്നു കൂടുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസം. നിങ്ങൾക്ക് അനാവശ്യ ചിന്തകളൊക്കെ ധാരാളം ഉണ്ടാവും ഈ മാസങ്ങളിൽ. ഈ പുരുഷന്മാർക്ക്, ഈ ചോതി നക്ഷത്രത്തിലെ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കേണ്ട ഒരു സമയമാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മാറാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസം. ചിലർക്കൊക്കെ അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. നിങ്ങൾ സൂക്ഷിക്കുക. അഗ്നിഭയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊള്ളലേൽക്കുക. അത് അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. ഊർജ്ജം കൊണ്ട് പൊള്ളലേൽക്കുക. വീട്ടമ്മമാർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലാവാം. ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് വൈദ്യുതിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കൊണ്ട് കിട്ടുന്ന പൊള്ളലാവാം. എൻജിനീയറിംഗ് ജോലികൾ ചെയ്യുന്നവർക്ക് ചൂടിൽ നിന്നോ മറ്റ് മെഷീനറീസിൽ നിന്നോ ഉള്ള പൊള്ളലാവാം. മറ്റ് ഏതാണെങ്കിലും അഗ്നിഭയം കാണുന്നു. അതിനുള്ള പ്രിക്വേഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭവനത്തിലാണെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും നിങ്ങൾ തൊഴിൽ ചെയ്യുന്നിടത്തേക്ക് മാറ്റി വെച്ചിട്ട് കരുതിയിരിക്കുക. പ്രിക്വേഷൻസ് എടുക്കുക. പേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. സേഫ്റ്റി പ്രിക്വേഷൻസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ മുൻകരുതലുകൾ കൈക്കൊള്ളുക. ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് സന്താനങ്ങൾക്ക് തൊഴിൽ ഭാഗ്യമുള്ള സമയമാണ്. നിങ്ങൾക്ക് ധനവരവ്, നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകും. ധനവരവ് കൂടുതൽ തന്നെയാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ ധനസഹായം ഉണ്ടാകുന്നൊരു സമയമാണ് നവംബർ ഡിസംബർ മാസം. പുതിയ വാസസ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന ഒരു അലസതയൊക്കെ ഒന്ന് മാറിക്കിട്ടി ഒരു ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ 2 മാസം. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബ ബന്ധമൊക്കെ ഒന്ന് ദൃഢമാകാനുള്ള സാധ്യതയുണ്ട്. സത്യസന്ധമായ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള സഹായം ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം. നിങ്ങൾ അനർഹരെയൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് തിരിച്ചടികൾ നേരിടേണ്ട അവസ്ഥയുണ്ടാവും. നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള സർവീസ് വർക്കൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ തിരികെ കയറ്റി ബന്ധുക്കളുടെയോ മറ്റാരുടെയെങ്കിലെയൊക്കെയോ റെക്കമെൻഡേഷൻ വെച്ചിട്ട് തിരികെ കയറ്റി ആവശ്യമില്ലാത്ത രീതിയിൽ ആൾക്കാരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീഡ്ബാക്ക് അവരുടെ ഭാഗത്തു നിന്നും കിട്ടത്തില്ല. നിങ്ങളുടെ തൊഴിലിനെ മോശമാകുന്ന രീതിയിൽ ആ വ്യക്തിയുടെ പ്രസൻസ് മാറുന്നതാണ്. നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ മോശമാവുന്ന രീതിയിലേക്ക് ആ വ്യക്തിയുടെ
കെയർലെസ് കൊണ്ട് ചെന്ന് എത്തിക്കുന്നതാണ്, ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കർമ്മരംഗത്ത് സൂക്ഷിക്കുക. രോഗകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ മുള്ളുകൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക എന്നുള്ള ചൊല്ല് നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാവും. സ്വയം ചികിത്സ കഴിയാവുന്നത് ഒഴിവാക്കുക. തീർച്ചയായിട്ടും ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം കാണുന്നു. നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ പിതാമഹന്മാർക്ക്, പിതൃക്കൾക്ക് ബലിയിടുക പോലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ അതോടൊപ്പം തന്നെ പുണ്യ കർമ്മങ്ങൾ ചെയ്തും പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുകയും ഒപ്പം സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതിയും നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുകയും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക. ഭഗവാൻ നാരങ്ങമാല, നാരങ്ങ വിളക്ക്, സ്കന്ദ പുരാണ പാരായണം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ സന്തോഷത്തോടു കൂടിയുള്ള ദൃഷ്ടി നിങ്ങളുടെ മേൽ ഉണ്ടാവും. അതുമൂലം സർവ്വവിഘ്നങ്ങളും ശമിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.